ചിരിയും ചിരിയും ഒക്കെയായിട്ട് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെയും സിനിമയിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ നമ്മെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന അനുഗ്രഹിക്കുന്ന താരം വേണിമാണി നമ്മുടെ സംസാരിക്കുന്നതിനായി മാറ്റി ശ്രീജേഷിന്റെ ഭാര്യ ശ്രീനീഷ് എല്ലാവരും ഒരു വലിയ ഗുഡ് മോർണിംഗ് പ്രാർത്ഥനയോടാണ്. എന്തോ ഒരു നല്ല ദിവസം. അപ്പൊ ഹലോ എവരിബഡി. പോരാ, എനിക്കിത് പോരാ. ഇവിടെ എല്ലാരും നടുക്കി പോരാ. അതുപോലെ ഹലോ എവരിബഡി ഒട്ടും പോരാ. ഇതല്ല എനിക്കറിയാം. ഒരു കൊച്ചു നായ പോലും തോന്നില്ല ഒരാള്. അത് പോരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും കുറച്ചുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങളുടെ പവർ എന്താണെന്ന് കാണാൻ എനിക്ക് നല്ല കോൾഡ് ഉണ്ട്. അതുകൊണ്ടാണ് എന്റെ ഒച്ച സുരേഷ് ഗോപിയുടെ മുന്നിലിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ എന്നിട്ട് ഞാൻ ഇവിടെ വന്നെങ്കിൽ ഓൺലി ബിക്കോസ് നിങ്ങളെയൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടി ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്തിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്? എന്നെ എന്തിനാ സാർ ഇവിടെ വിളിച്ചത്? ഞാൻ A+ എന്താന്ന് പോലെ അറിയാത്ത എന്നെ ഇവിടെ വിളിച്ചിട്ട് ഞാനൊരു ചെറിയൊരു കഥയൊക്കെ തുടങ്ങാം. ഒരു ആഡ് പണ്ടൊരു ആഡ് ചെയ്യാൻ എന്നെ വിളിച്ചു. ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അറിയാൻ ആർക്കൊക്കെ അറിയാം ലേബർ ഇന്ത്യ. അപ്പൊ അന്ന് ഞാൻ അതിന്റെ ആഡ് ചെയ്യാൻ എന്നെ വിളിച്ചിരിക്കുകയാണ്. ലേബർ ഇന്ത്യ ഞാൻ വായിച്ചു. എനിക്ക് എല്ലാത്തിനും A+ കിട്ടി. നിങ്ങളും വാങ്ങിച്ച ലേബർ ഇന്ത്യ. ഇതാണ് ഡയലോഗ്. എന്റെ പൊന്നമ്മച്ചി 100 ടേക്ക് പോയി. എനിക്ക് എന്റെ മുഖത്ത് ആത്മാർത്ഥത വരുന്നില്ല. ഞാൻ പറഞ്ഞു ഉള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എല്ലാത്തിനും A+ കിട്ടി. എനിക്ക് പറയുന്നത് എന്റെ മുഖം ചൂണ്ടിപ്പോവാ. അത്രയും കോമഡിയായിരുന്നു. പക്ഷേ ഇത്രയും A+ വാങ്ങിച്ചു നിങ്ങളെയൊക്കെ ഇപ്പൊ എനിക്ക് കാണുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. സോ നിങ്ങൾക്ക് വേണ്ടി ആദ്യം നിങ്ങളാണ് കൈയടിക്കുന്നത്. സോ നല്ലൊരു കൈയടി every one of you. ഇപ്പൊ ഞാൻ ആക്ച്വലി ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ഞാൻ ഇവിടെ 10th സ്റ്റാൻഡേർഡ് തൊട്ട് ഞങ്ങൾ ആലുവയിലാണ് താമസിക്കുന്നത്. അപ്പൊ ആ ടൈം തൊട്ടേ ഐ സീൻ ഹിം ഗ്രോ ആസ് എ പൊളിറ്റീഷ്യൻ ആസ് വെൽ. ബിക്കോസ് ഹി സെഡ് പല പല മേഖലകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതും ഒരു മേഖലയായിട്ട് തന്നെയാണ് പറയുന്നത്. ബിക്കോസ് ഒരു പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ സീൻ ഹിസ് ഗ്രോത്ത് ഓൾസോ. സോ നല്ലൊരു കാര്യം ഫോർ അനിൽ സാദത്ത്. ബിക്കോസ് ഇന്ന് പലരും ഒരു കരിയർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് പോളിറ്റിക്സ്. പോളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ഈ ലോകത്ത് നമുക്ക് മാറ്റണമെങ്കിൽ, നമുക്ക് എത്ര ഐഡിയാസ് ഉണ്ടെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ പവർ എന്നൊരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിലാണ് ഏറ്റവും ഭംഗിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക. സോ നിങ്ങൾ ആരെങ്കിലും ഈ ലോകം കേരളത്തിന്റെ നമുക്ക് മാറ്റാൻ എനിക്ക് തോന്നുന്നു.